ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സ്പൈഡർ വെബ് ഷൂട്ടർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിൽ നിന്ന് ഒരു സ്പൈഡർ വെബ് ഷൂട്ടർ മുന്നേ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കുറച്ച് പാടുപെടും. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു സ്പൈഡർ വെബ് ഷൂട്ടർ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കാൻ മടക്കുന്നത്. നമ്മൾ അത് ഞാറുന്ന പുതിയ വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നേരെ നമുക്കത് ഉണ്ടാക്കാൻ പോയാലോ, വാ. അപ്പോൾ നമ്മൾ വെബ് ഷൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് അങ്ങനെ എടുക്കുന്നുണ്ട്. ആ കാർഡ്ബോർഡ് ഷീറ്റിൽ കുറച്ച് റൗണ്ടുകൾ നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഇതേപോലത്തെ ഒരു മൂഡ് അല്ലെങ്കിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കുറച്ച് റൗണ്ടുകൾ വരച്ചുണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 റൗണ്ടുകളായിട്ടോ വരച്ചുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കിയാൽ വരച്ചെടുത്ത് നോക്കിയാൽ ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മളൊരു കത്രി വെച്ച റൗണ്ടുകളൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മളെ കയ്യിൽ നോക്കി കുറച്ച് 4 റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു പേന എടുക്കുക, ഹോളുള്ള ടൈപ്പ്. അതിന് ബാക്ക് വശം നോക്കിയാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്തി വെച്ച് കട്ട് ചെയ്തെടുത്ത് നോക്കിയാൽ ഇതേപോലെ ഹോളായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു റൗണ്ട് എടുക്കട്ടെ, നമ്മൾ കാർബൺ ഷീറ്റിൽ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ അങ്ങ് വെച്ചങ്ങ് കൊടുത്തിട്ട് അത് പ്ലസ് ടു വെച്ച് നന്നായിട്ട് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു റൗണ്ടിൻ്റെ നേരത്തെ കട്ട് ചെയ്ത റൗണ്ടിൻ്റെ പകുതി പീസുകൾ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് അതും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പീസും കൂടി ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ അതിന് ഈ ഒരു റൗണ്ടിനായിട്ട് ചെറിയൊരു റൗണ്ട് നമ്മൾ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. ഓക്കെ, ഇതുപോലെയായിട്ട് കിട്ടും നമുക്ക്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ്. ആ റബ്ബർ ബാൻഡ് ഒരു കത്രി ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ അതിനൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ഒരു വശത്ത് ഇതേപോലെ ഇങ്ങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി ഒട്ടിച്ചങ്ങ് എടുത്ത് കഴിഞ്ഞാൽ നോക്കി ഇതുപോലെ ഒരു കിട്ടും. അപ്പോൾ നമ്മൾ ചിരടങ്ങ് കെട്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് ഫ്ലക്സ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിനുശേഷം ഇതേപോലെ ഒരു ഐസ്ക്രീം ചിക്കൻ നോക്കി ഇതേപോലെ നനച്ച് കുതിർത്തിങ് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നോക്കി വളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വളച്ചതിന് ശേഷം നമ്മൾ ഉണക്കിയെടുത്ത് നോക്കി ഇതുപോലെയായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ വളഞ്ഞതിൻ്റെ ഈ ഒരു വശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കത്തിങ്ങും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്താൽ മതി, ഫുള്ളായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം നോക്കി ഇതേപോലെ ഒന്ന് ഒടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സെല്ലോ ടൈപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടൈപ്പ് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചുറ്റിങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ചെടുത്ത് നോക്കി ഇതുപോലെയായിട്ട് കിട്ടണം കേട്ടോ നമുക്ക് കണ്ട. അതിനുശേഷം നോക്കി നമ്മൾ ഉണ്ടാക്കിയ റൗണ്ട് ഈ ഒരു വശത്ത് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. നോക്കി ഇതുപോലെയായിട്ട് കിട്ടും നമുക്ക്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു വശത്ത് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. പ്ലാസ്റ്റിക് വെച്ച് നന്നായി ഒട്ടിച്ചെടുത്തതിന് ശേഷം നോക്കി ഇതുപോലെയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അത് ഇട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 2-3 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്യുക, അത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വളച്ചങ്ങ് കൊടുക്കണം കേട്ടോ. ആ വളച്ച് കൊടുത്തിട്ട് എൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റൗണ്ട് പീസ് ഇതേപോലെ അങ്ങ് വെച്ചിട്ട് അത് മുട്ടിച്ച് കൊടുക്കുന്നതൊക്കെ ഇതുപോലെ കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു വെൽക്രോ നമുക്ക് വേണം കേട്ടോ. ഇത് നമ്മൾ പഴയ ചെരുപ്പൊന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ കാർബൺ ഷീറ്റിൻ്റെ ഈ അറ്റത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലക്സ് കുക്ക് വെച്ചിട്ട് നല്ല മധുരം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിയാൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ നോക്കിയാൽ ഇതുപോലെയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതേപോലത്തെ ചെറിയ കഷ്ണം സ്ട്രോ എടുക്കുന്നുണ്ട്. ആ സ്ട്രോ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വശത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്ലക്സ് കുക്ക് വെച്ച് നന്നായി ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് അങ്ങ് എടുക്കണം കേട്ടോ. ആ സ്റ്റിക്കിൻ്റെ ഒരു അറ്റത്ത് നോക്കി വി പോലെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ കുറച്ച് നൂലങ്ങ് എടുക്കുന്നത്, അവിടെ 4 നൂലാണ് എടുത്തിട്ടുള്ളത്. ഈ നൂലിൻ്റെ ഒരു അറ്റം നമ്മൾ ഈ വി പോലെ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്ന നോക്കി. അപ്പം നമ്മൾ ചിരടങ്ങ് വെച്ച് ചിച്ചിട്ട് നോക്കിയാൽ പ്ലസ് കുക്കി ഒട്ടിച്ചെടുത്തിട്ട് കേട്ടോ. അതിനുശേഷം നമ്മളുടെ മറ്റേതല്ലേ ഈ സ്ട്രോഡിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു വശത്ത് വെച്ചിട്ടേ നമുക്ക് അത് ഫ്ലക്സ് ഒക്കെ വെച്ച് ഒട്ടിച്ച് അങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ പെയിൻറ്റ് അടിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കുക. ഞാൻ ഈ ഒരു വശത്ത് നോക്കിയാൽ ബ്ലാക്ക് കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പെയിൻറ്റുകളൊക്കെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ മോൾ വശത്ത് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ റെഡ് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ റെഡ് കളർ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫൈനൽ ടച്ചപ്പ് എന്ന പോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഒന്നെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് സ്പൈഡറിൻ്റെ സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെബ് ഷൂട്ടിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വെബ് ഷൂട്ടിൻ്റെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വെബ് ഷൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കേണ്ട രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ വെബ് ചെയ്യുന്നതൊക്കെ അറിയണ്ടേ. അപ്പോൾ നേരെ അതിലേക്ക് വിട്ടാലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഇതേപോലെ വലിച്ചങ്ങ് വെച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റിക്കില്ലേ കയറി കിട്ടിയ വശം അത് ഇതേപോലെ ഹോളിൻ്റെ ഉള്ളിലേക്ക് കടത്തിച്ചിട്ട് ആ റബ്ബർ ബാൻഡിൽ ഇതേപോലെ ഒന്ന് ലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. ആ ലോഡ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ആ ചെറിയ ഐസ്ക്രീം സ്റ്റിക്ക് വേണ്ട അതേപോലെ. അതിനുശേഷം നമ്മൾ എവിടേക്കാണ് വെബ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ആ ഐസ്ക്രീം സ്റ്റിക്ക് അടിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ വെബ് ഷൂട്ടർ കിട്ടലിനായിട്ട് വർക്ക് ചെയ്യണ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് കിട്ടലിനൊരു ഐറ്റം തന്നെയാണ് കേട്ടോ.
നമ്മളുടെ വെബ് ഷൂട്ടർ അടിപൊളിയല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെബ് ഷൂട്ടർ ആട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്കും ആയാലും സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ മുന്നൊരു വെബ് ഷൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രം ഞാൻ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.